ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നല്ല കിടിലൻ ഗ്യാപ്പ് അപ്പ് തന്നായിരുന്നു. ഗ്യാപ്പ് അപ്പ് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഏകദേശം പറഞ്ഞാൽ 25,480 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് അവൻ നമ്മുടെ അപ്പർ ലെവലില് 611-13 ഭാഗത്ത് വന്നു അവിടുന്ന് റിജക്ട് ചെയ്ത് കൃത്യമായി 534 വന്നു. അത് താഴെ വീണ്ടും 460 വന്നു. വീണ്ടും അവൻ എന്ത് ചെയ്തു, ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ 510 ഭാഗത്ത് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു. നമ്മുടെ ലെവല് പക്ക വർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തിട്ട് നിങ്ങൾ 534 മുകളിൽ നിങ്ങൾ കൃത്യം പറഞ്ഞ 613 കിട്ടി. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പുട്ടെടുത്തെങ്കിൽ കൂടെ അത് വേണ്ട, ഈ പുട്ടെടുത്താൽ മതിയാണല്ലോ. 534 ഭാഗത്ത് നിങ്ങൾ പുട്ടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ 460 ഭാഗത്ത് കിട്ടി. അപ്പൊ നിങ്ങളൊരു 5 മിനിറ്റ്സിന്റെ ചാർട്ടിൽ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യക്തമായിട്ട് മനസ്സിലാവും. ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് തല പോലും വന്നില്ല. അതുകൂടാതെ നമ്മളെ ബാങ്ക് നിഫ്റ്റി അടിപൊളി അടാറ് മൊമെന്റ് തന്നു. ഓപ്പണിംഗ് വന്ന് നമ്മളെ ഫസ്റ്റ് റെഫറൻസ് ചെയ്യാൻ 53,000 മുകളിൽ തന്നെ വന്നു. അതിന് മുകളിൽ 5300 മുകളിൽ 54,447 പോയി തിരിച്ച് വീണ്ടും അവിടെ നിന്ന് സെല്ലെടുത്ത് താഴേക്ക് ഇറങ്ങി. കൃത്യമായി പറയുകയാണെങ്കിൽ 53,190 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയും വന്നു. ബാങ്ക് നിഫ്റ്റിയിലും കാലത്ത് കിട്ടിയ ആദ്യത്തെ അരമണിക്കൂർ കിട്ടിയ ആ അടിപൊളി ട്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഗ്രേറ്റികളുടെ റൂം ഉണ്ട്, നമുക്ക് ലൈവ് ആയിട്ടുള്ള ഗൂഗിൾ മീറ്റ് റൂം ഉണ്ട്. ആ ഗൂഗിൾ റൂമിൽ നമ്മൾ മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് എടുത്തായിരുന്നു. 70 തൊട്ട് 120 പോയിന്റ് വരെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലെ ഓപ്ഷൻസ് നമ്മൾ എടുത്തു. അതിനുശേഷം ഒരു ട്രേഡ് പോലും നമ്മൾ റൂമിൽ ചെയ്തില്ല, നമ്മൾ ചുമ്മാ ഇരിക്കുകയാണ് ചെയ്തത് ബാക്കിയ സമയത്ത് വന്ന്. കാരണം നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉള്ള ഒരു ഹയർ കൺവെക്ഷൻ ഉള്ള ഒരു ട്രേഡ് സെറ്റപ്പ് വന്നത് പ്രകാരം നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. സോ ഇന്ന് അടിപൊളി ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും മോർണിംഗ് എന്ന്. പക്ഷേ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മോർണിംഗിലുണ്ടായ ആ ഒരു കരുത്തോടു കൂടിയുള്ള മൂവ്മെന്റ് പിന്നെ നിന്നില്ല. മാർക്കറ്റ് കുറച്ച് റേഞ്ച് ഭാഗത്ത് കിടന്ന് കളിച്ച് ഒരു ഉത്സാഹമില്ലാതെ ഒരു ഉറക്കം തൂങ്ങിയ അവസ്ഥയിലേക്കായിരുന്നു പൊതുവെ മാർക്കറ്റ് നടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് പോകാമല്ലോ. നിഫ്റ്റിയെ നമ്മൾ കൃത്യമായി നിഫ്റ്റി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഡേ ആയിരുന്നു. നിഫ്റ്റി ലാർജർ IB സ്ട്രക്ചർ ആയിരുന്നു. നിഫ്റ്റി ഇക്ക് ശേഷം താഴേക്ക് ഒരു ബ്രേക്ക് നിഫ്റ്റി തന്നെങ്കിൽ കൂടി അവസാന നിമിഷം ടാർഗറ്റ് തരാൻ കിട്ടിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ നമ്മുടെ ഇന്നലത്തെ ബാലൻസ് ഏരിയയുടെ 4 ദിവസത്തെ ബാലൻസ് ഏരിയയുടെ ബി പോക്കായ 25,399 ഭാഗത്ത് നിഫ്റ്റിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അവൻ എന്ത് ചെയ്തു, കൃത്യമായി പറയുകയാണെങ്കിൽ ഏത് സമയം നോക്കിയാലും ഈ 459 മുകളിൽ 460 മുകളിൽ കിടന്ന് തന്നെ അവൻ കുറേ നേരം ആ ഭാഗത്ത് പറ്റിപ്പിടിച്ച് ഫെവിക്കോൾ പോലെ നിന്ന് അവസാന നിമിഷം വിവാപ്പിന്റെ ഭാഗത്തേക്ക് ഒരു ചെറിയൊരു റിട്രേസ്മെന്റ് തന്നതിന് ശേഷം ആ ഭാഗത്ത് അവൻ ക്ലോസ് ചെയ്തു. സോ പ്യൂർലി പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോർമൽ ഡേ ആണ്. നോർമൽ ഡേ ആയതുകൊണ്ട് POC വളരെ ഇമ്പോർട്ടൻ്റ്. 25,485 ഭാഗത്ത് POC നിൽക്കുന്നത്. നമ്മളെ ക്ലോസിംഗ് 580 ഭാഗത്തൊക്കെയാണ്. സോ 518 എന്ന് പറഞ്ഞത് വിവാപ്പ് ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ലെവൽ നിങ്ങൾ 5 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾ വ്യക്തമായ മാർക്ക് കിട്ടും. അപ്പൊ നമ്മളെ ഇന്നത്തെ POC എത്രയാണ്? 25,485 ആണ് നമ്മളെ സംബന്ധിച്ച് POC. 25,485 ആണ് നമ്മളെ ഇന്നത്തെ POC. ആ POCയുടെ കളർ ഞാനൊന്ന് കൊടുക്കുകയാണ്. നമ്മളെ മഗ്നീറ്റ് നിങ്ങൾ അറിയാലോ, മഗ്നീറ്റ് ഈ കളർ കൊടുത്തു. ഇനി നമുക്ക് 518 ചെറിയൊരു റെസിസ്റ്റൻസ്, 518 പറയുന്നത് ബിവാപ്പ്, അതിന് ചെറിയൊരു റെസിസ്റ്റൻസ് നമ്മൾ ഉണ്ട്. ആ റെസിസ്റ്റൻസ് മുകളിൽ മാർക്കറ്റിൽ നിന്നാൽ മാത്രമേ ഒരു മൂവ്മെന്റ് കിട്ടുള്ളൂ. സോ 518 മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ നമ്മളെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്ത് വയ്ക്കാം. സോ ഫസ്റ്റ് നമ്മളെ ബുള്ളിഷ് ആയിട്ടുള്ള റെഫറൻസ് ആണ് ഈ 25 ഏതാണ് 518. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,567. ഈ ഡീപ്പിൽ ചെറിയൊരു പുൾ ബാക്ക് വന്നു. സോ 25,567 ആണ് നമ്മൾ തമ്മിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഈ 567 മുകളിൽ ഇന്നത്തെ ഹൈ ആയ 641 നമുക്ക് ആക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് ഇന്നത്തെ ഹൈ ആയ 625,630 ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. അത് 630ക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന ലെവലാണ് 711. സോ മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നത് 25,711 വരെ മാർക്കറ്റ് മൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അത് എന്തുവാണ് ആ ഭാഗത്തേക്ക് ഒരു മാക്സിമം പ്രതീക്ഷിക്കും. ഇതാണ് നമ്മളെ മുകളിലേക്കുള്ള ലെവൽസ്. പുറത്തുള്ള 25,512 ബുള്ളിഷ് റെഫറൻസ്, അതിന് മുകളിൽ 567, അതിന് മുകളിൽ 630, അതിന് മുകളിൽ 711. ഈ ലെവലിൽ നോക്കി നിഫ്റ്റി ഫ്യൂച്ചർ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി താഴേക്ക് എന്താണ്, താഴേക്ക് നമുക്ക് ഞാൻ പറഞ്ഞാൽ ഈ 460 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടന്റ് 458 സ്റ്റിൽ ഇപ്പോഴും ഒരു സപ്പോർട്ടാണ്. സോ
25,458 നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബേറിഷ് റെഫറൻസ്. ഇപ്പൊ ഓർത്തോളുക, അതാണ് നമ്മളെ ബേറിഷ് റെഫറൻസ്. ആ ബേറിഷ് റെഫറൻസ് നമ്മളെ മനസ്സിൽ ഓർത്തേക്ക് ഞാനത് മാർക്ക് ചെയ്തിരിക്കും നിങ്ങൾക്ക് വേണ്ടി. സോ അതെന്താണ്, ടെക്സ്റ്റിൽ നമുക്ക് വയ്ക്കാം, ഏതാണ് ബേറിഷ് റെഫറൻസ്. ഓക്കെ, ഈ ബേറിഷ് റെഫറൻസ് വയ്ക്കുക. ആ ബേറിഷ് റെഫറൻസ് താഴെ അടുത്ത വരുന്നത് 25,399. ഇതാണ് നമ്മുടെ പി ഒ സി, ബാലൻസ് ഏരിയയുടെ പി ഒ സി ആയ 25,399. അതാണ് നമ്മുടെ പി ഒ സി, ബാലൻസ് ഏരിയ പി ഒ സി. അപ്പൊ 25,399 നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് സപ്പോർട്ട് അതിന് താഴെ. അപ്പൊ അത് ഞാൻ ബിപോക്ക് ആയതുകൊണ്ട് ഞാൻ അത് മഗ്നീറ്റ കളറിലേക്ക് മാർക്ക് ചെയ്യും. എപ്പോഴൊക്കെ നിങ്ങൾ ഈ മഗ്നീറ്റ കളർ കാണുമ്പോൾ ഓർത്തോളൂ അതല്ല ബിപോക്ക് ആണ്. അതിന് താഴെ 368 നമ്മളെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. സോ 25,368 ഇതാണ് നമ്മുടെ വാല്യൂ ഏരിയ ലോ, അതായത് ഈ ബാലൻസ് ഏരിയയുടെ വാല്യൂ ഏരിയ ലോ, അതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. സോ ഈ 368 പൊട്ടയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ 219 എന്ന് പറഞ്ഞ സിംഗിൾ പ്രിന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനാക്കിയത് എത്രയാണ്, 25,289. സോ ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഓർത്തോളുക, ബുള്ളിഷ് റെഫറൻസ് 25,518, ബേറിഷ് റെഫറൻസ് 25,458. 518 മുകളിൽ നിൽക്കണമെങ്കിൽ എവിടെ വരെ പോകും, 567, 630, അതിന് മുകളിൽ 711 മാക്സിമം. ഇത് താഴേക്ക് 452 താഴെ വരെയാണെങ്കിൽ എവിടെ വരെ പോവാം, 399, അതിന് താഴെ 368. 368 പൊട്ടുകയാണെങ്കിൽ 289ലേക്കുള്ള ടെസ്റ്റും വളരെയധികം ഇമ്യൂണിറ്റ് ആയിട്ട് നടക്കുന്ന ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റിലുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. ഇപ്പൊ നിങ്ങൾ വ്യക്തമായി മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക, അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചു. ഇനി അടുത്ത് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയിലെ പി ഒ വരുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ബാങ്ക് നിഫ്റ്റി ഇന്നൊരു കൃത്യമായി പറയാം നോർമൽ ഡേ സ്ട്രക്ചർ ഒരു ഈ സൈഡ് ഈ പീരീഡിൽ ചെറിയൊരു എക്സെഷൻ താഴേക്ക് വന്നിരുന്നെങ്കിൽ കൂടി ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു മൂവ്മെന്റ് അവന് കൃത്യമായിട്ട് പറഞ്ഞ ബാങ്ക് നിഫ്റ്റി ആ ഒരു മൂവ്മെന്റ് താഴേക്ക് കൊണ്ടുവരാൻ നോക്കി, അവൻ ശ്രമിച്ച് നടന്നു. അതായത് 52,52,485 താഴെ 845 താഴേക്ക് വരാൻ ശ്രമിച്ചു. എന്നിരുന്നാൽ കൂടി 3-4 ടിക്ക് എക്സസ് തന്നിട്ട് തിരിച്ച് കയറി പോവുകയും ചെയ്തു. സോ പ്യൂർലി പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ ഡേ ആണ്. വ്യക്തമായിട്ട് പറയാൻ ഇന്നത്തെ പി ഒ സി ആയ 53,104 ഹയർ ആൻഡ് ഹയറിൽ പി ഒ സി ഫോർമേഷൻ ഉള്ളതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബുള്ളിഷ് ആണ്. 53,104 ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചുള്ള പി ഒ സി. അപ്പൊ ഞാനത് ഇന്നത്തെ പി ഒ സി ഞാനത് മാർക്ക് ചെയ്ത് വെക്കുക. എത്രയാണ്, 53,104 നമ്മളെ പി ഒ സി. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ആ പി ഒ സിക്ക് മുകളിൽ നിൽക്കുന്നവർക്ക് നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ വാല്യൂ ഏരിയ ലോ ഇതിന്റെ പി ഒ സി ആണ്. സോ ഇത് നോക്കേണ്ടത് 53,262 ഈ പീരീഡിൽ മാർക്കറ്റ് കുറച്ച് ബുള്ളിഷ് തന്നു. അതിന് മുകളിലാണ്, അതിനുശേഷമാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. സോ 53,263 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച്, അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അപ്പൊ ഞാൻ മാർക്ക് ചെയ്തേക്ക് എത്രയാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്, 53,263 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ അടുത്തത് വരുന്നത് 53,381. ഇന്നത്തെ ഹൈ ഒരു ചെറിയൊരു എൽ വി എൻ സോൺ ആണ്, 53,381. സോ അതിന് മുകളിൽ അടുത്ത എവിടം വരെ പോവാം, അതിന് മുകളിൽ അടുത്തത് 381 മുകളിൽ അടുത്ത വരുന്നത് 53,400 ഈ 389. അതിന് മുകളിൽ അടുത്ത പറഞ്ഞത് 53,600, ഓർത്തോളൂ 53,400, അതിന് മുകളിൽ 53,681 വരെ ബാങ്ക് നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പം ഇത് ഓർത്തോളൂ, നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ആയ ഇന്നത്തെ പി ഒ സി 53,104, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,263. സോ 53,263ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,381, 53,681 ഈ ലെവലിലേക്ക് വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി താഴേക്കുള്ള സപ്പോർട്ട് എന്താണ്, ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഇന്നത്തെ ലോ അല്ല, നമ്മളെ സംബന്ധിച്ച് താഴേക്കുള്ള ഒരു ബേറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 53,000 എന്ന് പറഞ്ഞത് ഒരു സ്ട്രോങ് സപ്പോർട്ടീവ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. 53,000. അപ്പൊ ഫസ്റ്റ് സപ്പോർട്ട് നമ്മൾ 53,000 ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് സപ്പോർട്ട്. പക്ഷെ ഞാൻ സപ്പോർട്ട് അതായിരുന്നു, പക്ഷെ ബേറിഷ് റെഫറൻസ് നമ്മൾ അവിടെ കൊടുക്കുന്നില്ല. കാരണം ഈ ഇന്നലത്തെ പി ഒ സി ഇന്നലെ ട്രെൻഡ് ഡേ, ഈ പി ഒ സിയുടെ ട്രെൻഡ് ഡേക്ക് താഴെ മാത്രമേ ഞാൻ ഈ ബേറിഷ് എടുക്കുള്ളൂ. സോ 52,808 നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ. അത് നമ്മുടെ പി ഒ സി ആണ്. അത് കൂടാതെ നമ്മുടെ ബേറിഷ് റെഫറൻസും കൂടെയാണ്. അപ്പൊ ഞാൻ അവിടെ കൃത്യമായി ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്, ബേറിഷ് റെഫറൻസ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, 53,000 അല്ല നമ്മളെ ബേറിഷ് റെഫറൻസ്, 52,808 ബേറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണത്. സോ അതിന് താഴെ മാർക്കറ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് 52,681. ഫസ്റ്റ് സപ്പോർട്ട് 52,681 എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് എടുക്കും.
അപ്പൊ സപ്പോർട്ടിന്റെ കളർ ഞാൻ വയ്ക്കുക. അതിന് താഴെ അടുത്ത വരുന്നത് 52,567 ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ച് താഴേക്കുള്ള സപ്പോർട്ട്. നിങ്ങൾ ഓർത്തുകൊള്ളുക, മാർക്കറ്റ് താഴേക്ക് വരണമെങ്കിൽ 53 താഴെ സെല്ലിംഗ് തുടങ്ങും. എന്നാൽ കൂടി 52,808 മുകളിൽ താഴെ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ചിന്തിക്കാവുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ 52,553 അതിന് താഴേക്കും പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മുകളിലോട്ടാണെങ്കിൽ 53,263 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,381, 53,681 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്കും വളരെയധികം കൂടുതലാണ്. അതുകൂടാതെ നമ്മളെ എക്കണോമിക് കലണ്ടറിൽ ഇന്ന് കുറച്ച് ന്യൂസ് എഫ്ഒഎംസി കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇന്ന് നമ്മുടെ അമേരിക്ക നമ്മുടെ UK ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറച്ചിട്ടില്ല. സെയിം ഇൻട്രസ്റ്റ് റേറ്റ് അവന്മാർ വച്ചു, ഒന്നും കുറച്ചില്ല, സെയിം ഇൻട്രസ്റ്റ് റേറ്റ് അവർ വെച്ചു. അതുകൂടാതെ നമ്മുടെ പിന്നെ അൺചേഞ്ച് തന്നില്ല. അമേരിക്കയുടെ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം വളരെയധികം കുറഞ്ഞു. അതായത് 1850K പ്രതീക്ഷിച്ച സ്ഥാനത്ത് 1829K വന്നിട്ടുള്ളൂ. അതായത് വെച്ചാൽ ജോബ്ലെസ് ക്ലെയിം കുറഞ്ഞു. അത് വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം 230K പ്രതീക്ഷിച്ച സ്ഥാനത്ത് നിന്ന് 219K വന്നു. അതായത് വളരെ പോസിറ്റീവായ ഡേറ്റ. ഫിലാഡൽഫിയയിലെ മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് മൈനസിൽ നിന്ന് കോൺട്രാക്ടിങ് എക്കണോമിയിൽ നിന്നും അമേരിക്ക ഡെവലപ്പിംഗ്, അതായത് വലിയൊരു ഡെവലപ്മെന്റ് അല്ല, കോൺട്രാക്ടിങ് എക്കണോമിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ എന്താണ്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്കണോമിയിലേക്ക് അമേരിക്കയുടെ ഫിലാഡൽഫിയയിലെ ഇൻഡസ്ട്രി മാറി. അത് വളരെയധികം പോസിറ്റീവാണ്. അതുകൂടാതെ ഫില്ലിയുടെ ഫെഡ് എംപ്ലോയ്മെന്റ് ഇല്ലേ, -5.7 നിന്ന് 10.7 വന്നു. ഇങ്ങനെയുള്ള പിന്നെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. പക്ഷേ അതൊരു നെഗറ്റീവാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ലീഡിംഗ് ഇൻഡെക്സ് വന്ന് -0.3 നിന്ന് -0.2, അതും വളരെ പോസിറ്റീവായിട്ട് വന്ന കാര്യമാണ് അമേരിക്കൻ മാർക്കറ്റില്. അപ്പൊ ഇതുള്ളത് കൊണ്ട് അമേരിക്കൻ മാർക്കറ്റൊക്കെ, നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് ഏകദേശം പറയുകയാണെങ്കിൽ 42,000 മുകളിൽ ഡൗ ജോൺസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. 441% അപ്പാണ്. നാസ്ഡാക്ക് ആണെങ്കിൽ 2.5%, അതെ ഓൾമോസ്റ്റ് 3% നാസ്ഡാക്ക് അപ്പാണ്. സോ നമ്മളെ നിഫ്റ്റി ഒരു 10-60 പോയിന്റ് പ്ലസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാളെ മാർക്കറ്റ് ഒരു മൂവ്മെന്റ് വൺ സൈഡ് ആയിട്ട് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിന്റെ അൽഗോരിതം വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ, ഞങ്ങൾ തരുന്ന പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ബൈ ബൈ. ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുപുത്തൻ.